സബ് കളക്ടർ മാഡം സഞ്ജയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് കേട്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി. അടുത്തത് എന്റെ ഊഴമാകും. സഞ്ജയ് വീണ്ടും എന്നെ തേടി വരുമെന്നൊക്കെ ഞാൻ കരുതി. ഞാനവൻ താമസിക്കുന്നിടത്ത് പോയിരുന്നു. അപ്പൊ അവൻ പറയാ സാന്ദ്രയെ അല്ലാതെ അവൻ വേറൊരു പെണ്ണിനെ കെട്ടില്ലെന്ന്. അമ്മേ, എന്നാ നമുക്ക് ആ തീരുമാനം അങ്ങ് മാറ്റിയാലോ? പാവം ഡോക്ടർ അങ്കിള്. മുതിർന്നവര് സംസാരിക്കല്ലേ, അതിന്റെ ഇടയ്ക്കൊരു സംസാരിക്കലടി നത്തോലി. നത്തോലി നീയാ, ഞാനല്ല. എന്തു പറഞ്ഞിട്ട് കാന്താരി? നീ എന്താ കാണിച്ചു എന്റെ മോളെ? നിന്റെ കുട്ടി പിശാചിനെ വേണ്ടി വന്ന കൊല്ലും ഞാൻ. നിർത്ത. നീ എവിടെയാ നിൽക്കുന്നറിയോ? സബ് കളക്ടർ സാന്ദ്ര മേനോന്റെ ഓഫീസിലാ. ഇത് ചന്തയല്ല. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഓഫീസിൽ അതിക്രമിച്ചു കയറിയതിനും നിന്നെ വേണമെങ്കിൽ എനിക്കിപ്പോ ശിക്ഷിക്കാം. പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല. നീ അറസ്റ്റ് ചെയ്യിപ്പിക്കടി. ഞാൻ കാണിച്ചാലും ഞാൻ എങ്ങനെ പുറത്തിറങ്ങുന്നതെന്ന്. എന്റെ അച്ഛനെ സുരേഷ് മേനോനാ, SM. നിന്റെ അച്ഛന്റെ പണത്തിന്റെ ഹുങ്ക എന്റെ അടുത്ത് വേണ്ട. ഞാൻ നിനക്കെതിരെ കേസെടുത്താൽ നീ പിന്നെ ഇറങ്ങില്ല. വെറുതെ വാശി പിടിക്കല്ലേ. നീ ചെല്ല്. പിന്നെ നീ ഈ പറഞ്ഞ സഞ്ജയ് ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് മാത്രമാ. ചെന്ന അച്ഛന്റെ പണത്തിന്റെ അഹങ്കാരവും മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ഈ വസ്ത്രധാരണവും പിന്നെ കറങ്ങി നടന്ന് ശീലിച്ച കുറച്ച് ദുശീലങ്ങളൊക്കെ മാറ്റി ഒന്ന് സംസാരിച്ചു നോക്ക്. അപ്പൊ ചിലപ്പോ സഞ്ജയ് നിന്നെ ഇഷ്ടപ്പെടും. എന്നിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങ് വാ, ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. ഡോക്ടർ അങ്കിളിനെ നിന്നെ ഇഷ്ടപ്പെടില്ല. കറുത്ത കോട്ടൂട്ട് ഇറങ്ങിയിരിക്കുക പിശാശ്. അമ്മേ, നമുക്ക് ഇവർക്ക് കുറച്ച് സാരി വാങ്ങിച്ചു കൊടുത്താലോ? സാരി എടുത്തോണ്ട് വന്നാലേ വയലിന്റെ നടുക്കിരിക്കുന്ന കോലം പോലെ ഇരിക്കും. എന്തായി കാണിക്കണേ? മാറിങ്ങോട്ട്. ഞാനും സാന്ദ്രയെ കണ്ടുമുട്ടിയപ്പോഴെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവളെന്നെ അപമാനിക്കായിരുന്നു. സഞ്ജയ് വന്ന ദിവസം അന്നാണ് സഞ്ജയ് ആദ്യമായി സാന്ദ്രയെ കാണുന്നത്. ഞങ്ങളുടെ ഷോപ്പിംഗ് മോൾ പൊളിക്കുമെന്ന് അന്ന് അവളെന്നെ ഭീഷണിപ്പെടുത്തിയത് സഞ്ജയ് ആസ്വദിച്ചു. ആ നശിച്ച മുഹൂർത്തത്തിലാ സഞ്ജയുടെ മനസ്സ് മാറി തുടങ്ങിയത്. എന്റെ ബ്രദർ ആയതുകൊണ്ട് മാത്രം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കാനഡയിൽ പോയതിനു ശേഷം ചേട്ടൻ ഇത്രയും വഷളായത്. എനിക്കിപ്പോ സഞ്ജയ് അല്ല ടാർഗറ്റ്, സാന്ദ്രയും ആ മാമാട്ടിയോ. എന്നെ അപമാനിച്ചത് മുഴുവൻ അവരാ. ദേവു, എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തവളാ ഞാൻ. ഇനിയും തയ്യാറാ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ആദ്യം ആ മാമാട്ടി ഇല്ലാതാക്കണം. വളരെ റിസ്ക് എടുക്കേണ്ട ഒന്നാ അത്. ഒന്നാമത് ആ സാന്ദ്രയുടെ കൺവട്ടത്ത് തന്നെയാ മാമാട്ടി എപ്പോഴും. എന്നാലും നിനക്ക് വേണ്ടി ആ റിസ്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിന് എൻ്റെ വീട്ടിലും സാന്ദ്രയ്ക്കരികിലും ആ മാമാട്ടിയുടെ അടുത്തും എനിക്ക് കുറച്ച് അഭിനയിക്കേണ്ടി വരും. ചിലപ്പോ നിന്നെ കുറ്റപ്പെടുത്തേണ്ടിയും വരും. അതൊക്കെ കാണാനും കേൾക്കാനും ഇടയായ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. നോക്കിക്കോ, പരസ്യമായി ഓഫീസിൽ വെച്ചും പുറത്തു വെച്ചും ദേവുവിനെ ഇൻസൾട്ട് ചെയ്താ സാന്ദ്ര മേനോൻ IAS-നും ആ മാമാട്ടിക്കും കിട്ടാൻ പോന്ന പണി. റവന്യൂ സെക്രട്ടറിയുടെ പ്രത്യേക നിർദ്ദേശം തന്നെയുണ്ട് ഈ കാര്യത്തില്. എനിക്കതുകൊണ്ട് തെല്ലും ഭയമില്ല. ഞങ്ങൾ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നത് സർക്കാരിന്റെ നയം നടപ്പാക്കാനും ജനങ്ങളെ സേവിക്കാനുമാണ്. അല്ലാതെ താങ്കളെ പോലെയുള്ളവർ പറയുന്നത് ഓച്ചാനിച്ച് നിന്ന് കേട്ടനുസരിക്കാനല്ല.
മേലിൽ ഇക്കാര്യത്തിന് വേണ്ടി എന്നെ ശല്യം ചെയ്യരുത്. ആവർത്തിച്ചാൽ എനിക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. ആരോടാ അമ്മ ചൂടായേ? ഒരു തുക്കട രാഷ്ട്രീയക്കാരൻ മോളെ. സർക്കാർ ഭൂമിയിൽ കെട്ടിടം വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി ശുപാർശ. അത് പൊളിക്കാൻ അങ്ങോട്ട് ചെന്നേക്കരുതെന്ന്. അപ്പോ അയാളും അമ്മയുടെ ശത്രുവായി. അമ്മയുടെ ജോലി എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാ മോളെ. 1000 ശത്രുക്കളെങ്കിലും സർവീസിനിടയിൽ ഉണ്ടാക്കേണ്ടി വരും. മിത്രങ്ങളോ വിരലിലെണ്ണാവുന്നവർ മാത്രം. അതാണ് മോളെ സിവിൽ സർവീസ്. മാഡം, എന്താ പീറ്റർ? ഇവര് മാഡത്തിനൊന്ന് കാണാൻ വന്നതാ. എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാ. ആഹാ. ഇത് ഡോക്ടർ സുദേവൻ, സാന്ത്വനം എന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടാ. നമസ്കാരം മാഡം. ഇത് സാന്ത്വനത്തിലെ ഡോക്ടർ നോബിൾ മാത്യു. നമസ്കാരം മാഡം. നമസ്കാരം. ഇരിക്കും. പറയൂ. സാധാരണ ഒരു മാനസികാരോഗ്യ കേന്ദ്രമല്ല സാന്ത്വനം. ഞങ്ങൾ പേഷ്യൻസ് നൽകുന്ന ട്രീറ്റ്മെന്റ് പോലും പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് ചെയ്യാറ്. അടച്ചിട്ട മുറികളിൽ കെട്ടിയിട്ടും തല്ലിയും ഷോക്ക് അടുപ്പിച്ചും മാനസിക രോഗികളെ ചികിത്സിക്കുന്നുവെന്നാണ് പൊതുവിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ധാരണ. ഞങ്ങൾ ആ ധാരണ തിരുത്താൻ ഒരു ബദൽ ട്രീറ്റ്മെന്റ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. സാന്ത്വനത്തിലെ പേഷ്യൻസിനെ വിശാലമായ ഞങ്ങളുടെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് ഇറക്കി വിടുകയാണ് പതിവ്. എന്നിട്ട് അവർക്ക് വിത്തും വളവും കൈക്കോട്ടും നൽകും. ധാരാളം ഭൂമിയുണ്ട് അവിടെ. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള കൃഷി ചെയ്യാം. കൃഷിയും ചികിത്സയും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട് മാഡം. ഇപ്പൊ പുതിയതായി ഒരു ചികിത്സാ വിഭാഗം രൂപപ്പെട്ടിട്ടുണ്ടല്ലോ, മ്യൂസിക് തെറാപ്പി. സംഗീതത്തിന് രോഗികളിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണല്ലോ. അതിന്റെ മറ്റൊരു വേർഷനാണ് ഞങ്ങൾ പരീക്ഷിക്കുന്നത്. പച്ചപ്പും ശുദ്ധമായ ഓക്സിജൻ നിറഞ്ഞ അന്തരീക്ഷവും പേഷ്യൻസിന്റെ സ്ട്രെസ് കുറയ്ക്കും. പിന്നെ അവർ സ്വതന്ത്രരാണെന്നുള്ളൊരു തോന്നൽ നൽകും. അവർ നടുന്ന വിത്ത് പൊട്ടിമുളയ്ക്കുമ്പോഴും അതിന്റെ ഓരോ വളർച്ചയിലും അവരുടെ മനസ്സുകൾക്ക് ആനന്ദിക്കാൻ കഴിയും. വിളവെടുപ്പുത്സവം മാഡത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാ ഇവരുടെ ആഗ്രഹം. ഒരു ചെറിയ പരിപാടി. മാഡം വന്ന് പേഷ്യൻസ് നട്ടു നനച്ചുണ്ടാക്കിയ വിളവ് പൊട്ടിച്ചെടുത്ത് ഉദ്ഘാടനം ചെയ്യണം. എന്ന ഫംഗ്ഷൻ? 22-ന് രാവിലെ ഒരു 11 മണിക്ക്. സാധാരണ പരിപാടികൾക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കൊണ്ടുവന്നവരായതുകൊണ്ടാ മാഡം സമ്മതിച്ചത്. ഏയ്, അതുകൊണ്ടല്ല. മഹത്തായ ഒരു ആശയമാ നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞത്. പേഷ്യൻസിനെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ട് പീഡിപ്പിക്കുന്ന പരമ്പരാഗത ചികിത്സാ സമ്പ്രദായത്തെ മറികടന്നുള്ള പുതിയൊരു ട്രീറ്റ്മെന്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ വരാം. ഞാനും വരാം. വെൽക്കം. മാഡത്തിന്റെ മോളാ മാമാട്ടി. ആഹാ, വളരെ നന്ദി മാഡം. ഞങ്ങൾ വരട്ടെ. താങ്ക് യു മാഡം. നമ്മൾ എവിടെയാ അമ്മ പോകുന്നേ? അത് ഒരു മാനസികാരോഗ്യ കേന്ദ്രം. എന്ന് വെച്ചാ കുറച്ച് രോഗികൾക്കുള്ള സ്ഥലം. അപ്പൊ അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ കാണോ? ചിലപ്പോ കാണുമായിരിക്കും. നമുക്ക് നോക്കാം. വരണം മാഡം. എനിക്കൊരു ഫോൺ വേണമായിരുന്നു. പുതിയ മോഡൽസ് കാണിച്ചു കൊടുത്തു. വരും മാഡം. പുതിയ മോഡൽസ് ഏതൊക്കെയാ ഉള്ളേ? ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഒരു 25,000 വരും മാഡം. ഓഫർ പ്രൈസാ. ഓക്കെ. ഇത് എത്രയെന്നാ പറഞ്ഞു? 25,000 മാഡം. ഡിസ്കൗണ്ട് ചെയ്യാം. പുതിയ മോഡല് ഇതിനാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത്. ഓക്കെ. ഹായ് മാഡം. ഹായ്. ഞാൻ നയന. പേര് പറഞ്ഞാൽ മാത്രം അറിഞ്ഞൊന്നു വരില്ല. ഡോക്ടർ സഞ്ജയന്റെ സിസ്റ്ററാ. ഓ, ഡോക്ടർ അങ്കിളിന്റെ സിസ്റ്ററാ? ആ, മാമാട്ടി കുട്ടി. പേര് പോലെ തന്നെ ക്യൂട്ട്. ശരിക്കും പറഞ്ഞ മാമാട്ടിയെ കണ്ട ഒരു ബാർബി ഡോള് പോലെ ഉണ്ട്. നയനെ കുറിച്ച് സഞ്ജയ് പറഞ്ഞുള്ള അറിവുണ്ട്. ചേട്ടൻ വീട്ടിൽ എപ്പോഴും മാഡത്തെ കുറിച്ചും മാമാട്ടിയെ കുറിച്ചും വാതൊരാതെ സംസാരിക്കാറുണ്ട്. മാമാട്ടി ഇഷ്ടാ ഡോക്ടർ അങ്കിളിന്. കേട്ടപ്പോ എനിക്കും ഇഷ്ടായിരുന്നു, കണ്ടപ്പോ അതിലും ഇഷ്ടായി. മേഡം ഇവിടെ? ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി വന്നത്. എന്തിനാ മേഡം വെറുതെ സമയം കളയുന്നേ?
ഏതെങ്കിലും ഷോപ്പിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാ അവരെ ഓഫീസിലേക്ക് കൊണ്ടുവരില്ലായിരുന്നോ? ഒരു ടൈം പാസ്, അത്രേ ഉള്ളൂ. പിന്നെ മാമാട്ടിയുടെ ബോറടി മാറ്റം ചെയ്യാലോ, അങ്ങനെ വന്നതാ. അല്ല, നയന എന്താ ഇവിടെ? ഞാനൊരു ഐസ്ക്രീം കൊതിച്ച. ഐസ്ക്രീം കഴിക്കാൻ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഞാനും കൊതിച്ചയാ. ആഹാ, എന്നാ എനിക്കൊരു കമ്പനിയായി. മാഡം വരും. ആദ്യം കണ്ടതിന്റെ ഒരു സന്തോഷത്തിന്. അയ്യോ, ടൈമില്ല. മൊബൈൽ നോക്കാൻ തന്നെ കുറച്ച് സമയം പോയി. പിന്നെ ഒരിക്കലാവാം. ശരി മാം. മാഡം പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാനും മാമാട്ടി ഒന്ന് കമ്പനി കൂടട്ടെ. അത് നയന, മാമാട്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുട്ടിയെ അപായപ്പെടുത്താൻ പല പല വേഷങ്ങളിൽ ഒരു സ്ത്രീ പിന്നാലെ തന്നെയുണ്ട്. മീൻകാരിയുടെ വേഷത്തിലും മറ്റുമായി. അക്കാര്യത്തിൽ മാഡം പേടിക്കണ്ട. ദാ ഈ കടയുടെ അപ്പുറത്തെ ഐസ്ക്രീം ഷോപ്പ്. മാഡം ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ വരാം. വാ മാമാട്ടി. എനിക്കൊരു ഫലൂഡ മതി. വാ. ആ ഫോണൊന്ന് എടുത്തേ. മാമാട്ടിക്ക് ഏതാ ഇഷ്ടം? ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി, ഫലൂഡ? ഫലൂഡ. എങ്കിൽ ആന്റിക്കും അതന്നെ, 2 ഫലൂഡ. ശരി. മാമാട്ടിയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട്. അതല്ല, ശരിക്കുള്ള വീട്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ ആന്റിക്ക് ഒന്നും അറിയില്ല. മാമാട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ആരാ? 2 പേരും ഒന്നാ. സാന്ദ്ര മേനോൻ. മാമാട്ടി നിക്ക്. മോളെ, മാമാട്ടി നിക്ക്. അമ്മേ, അമ്മേ. എന്താ എന്താ മോളെ? എന്തു പറ്റി? എന്താ മോളെ? എന്താ നയന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുറത്തേക്ക് നോക്കിയതും ഇറങ്ങി ഒറ്റ ഓട്ടാ. മോളെ, അമ്മയോട് പറ, എന്താ പറ്റിയേ? ആ മീൻകാരി. ഞാൻ പറഞ്ഞില്ലേ നയനയോട് ഒരു ലേഡി പിന്നാലെ ഉണ്ടെന്ന്? അവരായിരിക്കും. നയന കണ്ടില്ലേ ആ ലേഡിയെ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ നാളെ വന്ന് വാങ്ങിക്കോളാം. ഓക്കെ മാഡം. ശരി നയന, വാ മോളെ. മോള് പേടിച്ചോ? മാഡം, എന്തുകൊണ്ട് ഇക്കാര്യം പോലീസിൽ അറിയിക്കുന്നില്ല? മുമ്പ് മാമാട്ടിയെ ആ ലേഡി പിന്തുടർന്ന കാര്യം മാഡം പറഞ്ഞില്ലേ? അന്നൊന്നും മാഡം പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ലേ? സബ് കളക്ടറായ മാഡത്തിന് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോലീസിൽ അറിയിക്കാതിരിക്കുന്നത് മനഃപൂർവ്വമാണല്ലേ? ഇല്ല, അറിയിക്കാം, അറിയിക്കണം. ഹലോ ഞാൻ സബ് കളക്ടർ സാന്ദ്ര മേനോൻ. ഡിവൈഎസ്പി ഒന്ന് കിട്ടുമോ? മാഡം, ഡിവൈഎസ്പി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. പുതിയ ASP ചാർജ് എടുക്കുക. മാഡം വിളിച്ചതായി പറയാം. ASP മാഡം ഇപ്പൊ വീട്ടിലാ. ശരി. വാ. വാ മോളെ. സാന്ദ്ര, സൈറ, ഞാൻ അറിഞ്ഞു നീ വന്ന വിവരം. നീയുള്ള സ്ഥലം നോക്കി ഞാൻ ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വന്നതാ. ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് ഇറങ്ങായിരുന്നു.
ഇത്ര നാളായി കണ്ടിട്ട്. തിരക്കിനിടയില് നിന്റെ നമ്പർ തപ്പി പിടിക്കാൻ സമയം കിട്ടിയില്ല. ഒന്ന് പോടി. പോലീസായി നിനക്കൊരു നമ്പർ തപ്പിയെടുക്കാൻ സമയം കിട്ടിയില്ല അത്ര. നീ വാ. ആ, നിനക്ക് മോളൊക്കെ ആയോ? വാ. എന്താ വാവയുടെ പേര്? മാമാട്ടി. ഗുഡ് നെയിം. താങ്ക് യു പോലീസേ. നിനക്ക് ഇത്രയും വലിയ മോളുണ്ടെന്നുള്ള കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എടി മണ്ടി, മാമാട്ടിയെ ഞാൻ പ്രസവിച്ചതല്ല, പിന്നെ കളഞ്ഞു കിട്ടിയതാ. കളഞ്ഞു കിട്ടിയതോ? അതെ, ഒരു ആക്സിഡന്റിൽ. അന്നൊരു ദിവസം രാത്രിയില് മൈ ഗോഡ്, ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. ഇതുവരെ ആരും അന്വേഷിച്ചു വന്നില്ല. തിരക്കി വരുന്നുണ്ട്, പക്ഷെ രക്ഷിതാക്കളല്ല, അജ്ഞാതരായ ആരൊക്കെയോ. അവരെ കണ്ടുപിടിക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. ഷുവർ, ഞാൻ ഇന്ന് തന്നെ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ തയ്യാറാക്കാം. താങ്ക് യു സാറ. മോളെ, ആന്റിയോട് താങ്ക്സ് പറയാം. ആ മീൻകാരിയെ ആന്റി പിടിച്ചോളൂ. താങ്ക് യു ആന്റി. മിടുക്കി. മാമാട്ടി പേടിക്കണ്ട കേട്ടോ. ഇനി മുതൽ അമ്മയ്ക്കൊപ്പം ഈ ആന്റിയുണ്ട് മാമാട്ടിക്ക് തുണയായി. ഓക്കെ, നമുക്കൊരു കോഫി കുടിച്ചാലോ? ആയിക്കോട്ടെ, വാ വാ മോളെ. എങ്കിലും ആ ലേഡി ആരായിരിക്കും? മാമാട്ടിയുടെ അമ്മ എങ്ങാനും ആവോ? വീട്ടിത്തരം പറയാതെ ദേവു, ഞാൻ അവരെ വ്യക്തമായി കണ്ടതാ. ഒരിക്കലും അവര് മാമാട്ടിയുടെ അമ്മയാവില്ല. മാമാട്ടിയെ കണ്ട ഒരു കുലീനതയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഈ സ്ത്രീക്കില്ല. ഞാൻ അവരുടെ കണ്ണ് കൃത്യമായി കണ്ടു, ഒരുപാട് രഹസ്യം ഒളിപ്പിച്ചിരിക്കുന്ന പോലെ. പിന്നെ ആരാത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. സാന്ദ്രയുടെ നാവിൽ നിന്ന് തന്നെ കേട്ടതാ ആ ലേഡി പല വേഷങ്ങളിൽ മാമാട്ടിയെ പിന്തുടരുന്ന കാര്യം. അതിനർത്ഥം പ്രബലനായ ഒരു ശത്രു മാമാട്ടിക്ക് പിന്നാലെയുണ്ട്. സബ് കളക്ടറായ ഒരാളുടെ സംരക്ഷണയിലിരിക്കുന്ന മാമാട്ടിയെ പിന്തുടരാൻ ധൈര്യം കാണിക്കണമെങ്കിൽ മാമാട്ടിയുടെ ശത്രു നിസ്സാരക്കാരനല്ല. എത്രയും വേഗം ആ കുട്ടി പിശാചിനെ അവര് കൊണ്ടുപോയാൽ മതിയായിരുന്നു. കൊണ്ടുപോവും. അവര് വന്നത് മാമാട്ടിയെ കൊല്ലാനോ അതും അല്ലെങ്കിൽ ജീവനോടെ തട്ടിക്കൊണ്ടു പോവാനോ ആവും. എന്തിനായിരിക്കും അത്? അതാണ് ഇനി അറിയേണ്ടത്. എന്തൊക്കെയോ സാന്ദ്രയും ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പല പ്രാവശ്യം ശത്രുക്കൾ കുട്ടിക്ക് പിന്നാലെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സാന്ദ്ര പോലീസ് പരാതിപ്പെട്ടില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞപ്പോഴാ ഒന്ന് വിളിച്ചറിയിക്കാൻ തീരുമാനിച്ചത്. ആ കുട്ടിക്ക് പലതും അറിയാം. ആ ലേഡിയെ കണ്ട മാത്രയിൽ അതിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. അതിനർത്ഥം കുട്ടിക്ക് ആ ലേഡിയെയോ അതും അല്ലെങ്കിൽ മാമാട്ടിയുടെ ശത്രുവിനെയോ വ്യക്തമായി അറിയാം. നമ്മളിനി എന്ത് ചെയ്യും? കാത്തിരിക്കാം. മാമാട്ടിയെ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ആർക്കാണോ മാമാട്ടി ആവശ്യമുള്ളത് അവര് തന്നെ മാമാട്ടിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ. അമ്മമ്മേ, എന്തോ? എന്നെ പിടിച്ചോണ്ടുപോവാൻ ഒരു സ്ത്രീ പുറകെ നടക്കുക. ഇന്ന് ഞാൻ കണ്ടു. എന്താ മോളെ ഉണ്ടായത്? ഒരു കറുത്ത സ്ത്രീയാ. ഞാൻ കണ്ടില്ല അമ്മേ, മോള് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഞാനൊരു ഫോൺ വാങ്ങാൻ പോയതാ. അവിടെ വെച്ച് സഞ്ജയുടെ പെങ്ങള് നയനെ കണ്ടു. ആ കുട്ടി ഐസ്ക്രീം കഴിക്കാൻ മാമാട്ടിയെ വിളിച്ചു. ഇവളല്ലേ ആള്. ഐസ്ക്രീം കൊതിച്ച് ഓടിപ്പോയതാ.
അവിടെ വെച്ചാ കണ്ടത്. മാമാട്ടി നന്നായി പേടിച്ച മട്ടുണ്ട്. ആണോ മോളെ? മോള് പേടിച്ചു പോയോ? പേടിച്ചു. എന്നെ പിടിച്ചോണ്ടുപോയ അമ്മയ്ക്ക് പിന്നെ ആരാ ഉള്ളേ? ഈ കുട്ടിയുടെ അമ്മ തന്നെയാവും. അല്ല, ഇവളുടെ അമ്മ ഞാനാ. എന്റെ സാന്ദ്രേ, കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കല്ലേ. ഈ കുട്ടിയെ വഴിയിൽ നിന്ന് കിട്ടിയതാന്ന് ലോകം മുഴുവൻ അറിയാം. എന്നെങ്കിലും ഇതിന്റെ അച്ഛനും അമ്മയും വരികയും ചെയ്യും. ഇല്ല, ആരും വരില്ല. വന്നാലും ഞാൻ പോവില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാ, മനസ്സുറയ്ക്കാത്തോണ്ട് വിളിച്ചു കൂവുന്നതാ. നോക്കിക്കോ, കുറച്ചുകൂടെ പ്രായമാവുമ്പോ ഇതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ പറയും അച്ഛനെയും അമ്മയും കാണണമെന്ന്. മോളെ, പാർവതി പറഞ്ഞതിലും കാര്യമില്ലാതില്ല. നീ ഇവളെ ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛനമ്മമാർ എത്ര സ്നേഹിക്കുന്നുണ്ടാവും, അന്വേഷിക്കുന്നുണ്ടാവില്ലേ? പിന്നെ പിരിയേണ്ടി വരും എന്നുറപ്പിച്ച് തന്നെ സ്നേഹിച്ചാ മതി. ഇല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം വന്നാൽ നീ തളർന്നു പോവും. ഈ കുട്ടിയുടെ അമ്മയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും തന്നെ ചുറ്റിത്തിരിയുന്നുണ്ടാവും. തക്കം കിട്ടിയ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. അല്ല, അവരെന്തായാലും അമ്മയല്ല. അമ്മയാണെങ്കിൽ എന്തിനു ഒളിച്ചും പാത്തും വരണം? നേരിട്ട് വന്നൂടെ തെളിവുകളോടെ? വാ മോളെ. നോക്കിക്കോ, ഈ കുട്ടി കാരണം സാന്ദ്ര പുലിവാല് പിടിക്കും. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, നിർത്ത്, നിർത്ത്. എന്താടി? പോന്ന കണ്ടോ? ആ ലേഡിയാ മാമാട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നത്. ഉറപ്പാണോ? 100%.